എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിഴി റിയാക്ഷൻ ആണ് പ്രതീക്ഷിക്കാത്ത ഒരു മുതൽ. എന്താണെന്ന് അപ്രതീക്ഷിതമായിട്ട് വന്ന സാധനമാണ് ഇന്നത്തെ ദിവസം. എന്താണ് സ്പെഷ്യാലിറ്റി? നമുക്ക് വിഷു ആണ്, എന്തോ ആഘോഷം ഉണ്ടെന്ന് തോന്നുന്നു. കാരണം അവിടുന്ന് കണ്ടിന്യൂസ് സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അതെ ഓരോന്ന് വരുന്നുണ്ട് പുതിയതിന്റെ എല്ലാം. അതായത് ഇന്ത്യൻ ടു ഇന്നലെ വന്നു, ഇത് ഇന്നിപ്പോ രായം വന്നു, ഇതിപ്പോ ഇതാ കങ്കോ വരുന്നു, ബെൻസ് ലോകേഷിന്റെ. അടുത്തത് ഗോട്ടും. ഇപ്പൊ 5 മണിക്ക് കങ്കുവയുടെ പോസ്റ്റർ വന്നു, നമുക്ക് കാണാനുണ്ടത്. പിന്നെ 6 മണിക്ക് ഗോട്ടിന്റെ ഫസ്റ്റ് സിംഗിള്. ഇനി നമുക്ക് മലയാളത്തിൽ നിന്ന് നമ്മുടെ ജോസേട്ടന്റെ ഒരു വരവുണ്ട് 7 മണിക്ക് ടർബോ. ഫുൾ പണിയാണ്, നല്ലൊരു ആഘോഷ ദിവസമായിട്ട് റെസ്റ്റ് ഇല്ല. ഓക്കെ, എന്തായാലും ഇതാണ് കങ്കുവയുടെ ഭാഗത്ത് നിന്ന് വന്ന പോസ്റ്റർ. ന്യൂജൻ കങ്കുവയും ഓൾഡ് ജനറേഷൻ കങ്കുവയും. അതെ, ഇത് ഗംഭീര പോസ്റ്റർ ആട്ടോ. വൺ ഓഫ് ദ ബെസ്റ്റ് പോസ്റ്ററാണ് കങ്കുവയുടെ ഭാഗത്ത് നിന്ന് വന്ന ഏറ്റവും ബെസ്റ്റ് പോസ്റ്റർ. കാരണം ഫ്യൂഷൻ, അതായത് 2 കാലഘട്ടവും മിക്സ് ചെയ്തിട്ടുള്ളൊരു പോസ്റ്ററാണ്. പഴയ കാലഘട്ടത്തിൻ്റെ ആ പോസ്റ്ററിൻ്റെ ഭാഗമല്ലേ, ആ ഭാഗത്തുള്ള എല്ലാ സംഭവങ്ങൾക്കും അതുപോലെ അപ്പുറത്ത് പുതിയ കാലഘട്ടത്തിൽ അതിൽ വേറെ സാധനങ്ങളുണ്ട്. അപ്പം അതിൽ മരത്തിന് പകരം അവിടെ ഉയർന്നു നിൽക്കുന്നത് ബിൽഡിംഗ് ആണ്. അതിന് തീ പിടിച്ചിട്ടുണ്ട്, ബിൽഡിങ്ങിനും തീ പിടിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ പാറി നടക്കുന്ന, അതായത് തീയിൽ കത്തിയിട്ട് പാറി നടക്കുന്ന ഇത് കാണുന്നുണ്ട്, അതായത് ഫെദേഴ്സ് അല്ലേ, അല്ലാതെ ഇലയെന്നല്ലത്, ഫെദേഴ്സിൻ്റെ അല്ലേ. അപ്പോൾ അതിന് പകരം ഇവിടെ ചീട്ടും പിന്നെ ചൂതാട്ടം നടത്തുമ്പോൾ അതിന് കിട്ടുന്ന കോയിനുകൾ അതൊക്കെ അവിടെ പറന്ന് നടക്കുന്നുണ്ട്. ഇനി താഴെ വന്നു കഴിഞ്ഞാൽ മുതല. ഇപ്പുറത്ത് അവിടെ എന്തോ ഉള്ള ഒരാളവിടെ ഒളിഞ്ഞിരിപ്പുണ്ടല്ലോ, അത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പുറത്ത് എന്താ അത് മുതലായിട്ട് സാധനം. അതിന് പകരം ഇവിടെ ഒന്നുമില്ല. ബുള്ളറ്റിന്റെ കേസ്, അതായത് ഫയറിങ് കഴിഞ്ഞതിന് ശേഷമുള്ള കാലി കേസ് ഉണ്ടല്ലോ, അത് മൊത്തം താഴെ വീട് നടക്കുന്നുണ്ട്. പിന്നെ 2ന്റെ കളർ ഗ്രേഡിങ് 2 രീതിയിലാണ്. ഇവർ ആൾറെഡി ആദ്യം കങ്കുവയുടെ ഇത് ഒരു ബ്രൗൺ രീതിയിലായിരുന്നല്ലോ കൊടുത്തുകൊണ്ടിരുന്നത്. ബ്രൗൺ അല്ല, ആഷ് വൈറ്റും ഉൾപ്പെടുത്തിയിട്ട്. അതിനുശേഷം അത് മാറിയിട്ട് നീല കളറിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. പുതിയ കാലഘട്ടം വരുമ്പോൾ ബ്ലൂ. ആളൊരു സയന്റിസ്റ്റ് ആണെന്നുള്ള രീതിയിലൊക്കെയാണ് തോന്നുന്നത്. പിന്നെ തോക്കി എന്തിയ ഐറ്റാണ്. പഴയ കങ്കുവിന്റെ കയ്യിൽ വാളായിരുന്നു, വാള്. പുതിയ തോക്ക്. അതെ, അത്രയൊക്കെ. പിന്നെ മോളില് പഴയ കാലഘട്ടത്തില് പരുന്ത്, പുതിയതില് ഫ്ലൈറ്റ്. അതാണ്. ഏതായാലും സംഭവം ഗംഭീരമായിട്ടുള്ളൊരു പോസ്റ്റർ. ഈ മോഡലിനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. മുതലിനെ കണ്ടില്ലായിരുന്നു. അതെ, അത് 2 മുതലൂടെ നിൽക്കല്ലേ, അപ്പൊ ആ മുതലിനെ ഞാൻ ശ്രദ്ധിച്ചില്ല. അത് പുതിയ കാലഘട്ടത്തിലേക്ക് വരുമ്പോ തന്നെ ലുക്കില് വന്നേക്കുന്ന സൂപ്പർ ലുക്ക്. അതായത് നമ്മൾ ഈ എന്താ പറയാ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണൂലേ, ശരിക്കും ആർദ്രയ ആ ഒരു ഐറ്റം സാധനം. 24-ലെ അതെ, സത്യം. വില്ലൻ ക്യാരക്ടർ ഉണ്ടല്ലോ, അതന്നെ. സ്യൂട്ടൊക്കെ ഇട്ടിട്ട് പൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഏത് കാലഘട്ടമായിരിക്കും കൂടുതൽ എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് പഴയ കാലഘട്ടം മതി നമുക്ക് കൂടുതൽ. ഈ പുതിയത് അധികം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 1-2 സീൻ കാണിച്ചിട്ട് അങ്ങ് ഒഴിവാക്കിയേക്കണം. എന്തായാലും മേ ബി അത് ഒരുപോലെ ഉണ്ടാവാനാ സാധ്യത. ടൈം ഏകദേശം കറക്റ്റ് തന്നെ ആയിരിക്കും. എന്തായാലും മുകളിൽ ഏതൊക്കെ ഭാഷകളിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. തമിഴിൽ എഴുതിയിട്ടുണ്ടല്ലോ, അതെന്തത് വായിക്കാൻ അറിയുന്ന ആള് വായിച്ചടാ. ഓക്കെ. പിന്നെ 2024 സിനിമ വേൾഡ് വൈഡ് റിലീസ് എത്തും എന്നുള്ളത് ഇവരുടെ സെൻട്രലായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു സൂര്യനുണ്ട് അവിടെ. സൂര്യനൊന്നും ആരും മൈൻഡ് ചെയ്യൂല. സൂര്യനെ ഇപ്പൊ നമ്മളെല്ലാരും മൈൻഡ് ചെയ്യുന്നുണ്ട്, കണ്ടില്ലേ? സൂര്യനെ ഞാൻ നോക്കുന്നത്. നീ നോക്കിക്കോ. ഇത് 2 സൂര്യടാ. ഇപ്പൊ മൊത്തം 3 സൂര്യ ഉണ്ട്. എന്നിട്ട് സൂര്യനെ നോക്കൂല. സൂര്യ തമ്മിൽ 2 വ്യത്യാസമില്ലേ? ഉണ്ടാവും. അങ്ങനെയാണ്. ഇവിടെ 2 സൂര്യ തേജസ്സുള്ള 2 മുഖങ്ങൾ വന്ന് നിൽക്കും. നല്ല സൂര്യ തേജസ്സാണ്. ഈ മുഖം ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ മതി. സൂര്യ തേജസ് സത്യം. കൊടൂര വില്ലന്റെ മുഖത്തെ സൂര്യന്റെ തേജസ് ഉണ്ട്. ആ തേജസ് ഓജസ്സൊക്കെ നോക്കുന്നല്ലേ. എന്താണെങ്കിൽ സംഭവം പൊളിയായിട്ടുണ്ട്. സൂര്യട്ട ക്യാപ്ഷൻ കണ്ടോ?
ഏതൊക്കെ ഹൃദയം നിറഞ്ഞ വിശ്വാസം എല്ലാ ഇതിനകത്തുണ്ട് കേട്ടോ. എന്തൊക്കെയല്ലേ ഹാപ്പി അബ്ദേക്കർ ജയന്തി. അതൊന്ന് അത് ഇംഗ്ലീഷിൽ തമിഴിലായതുകൊണ്ട് അത് പെട്ടെന്ന് എനിക്ക് കിട്ടാത്തോണ്ടേ. അതെ തമിഴിൽ ഹിന്ദി സൂപ്പർ ആയിട്ട് അവൻ അറിയാം. ഇത് ഇന്ത്യ അടിയിലുള്ള ഹിന്ദിയാണോ? ഇത് ഹിന്ദിയാ. അത് ഇന്ത്യ ഹിന്ദി ആണോ പോലും അറിയില്ല. ഹിന്ദി ഇങ്ങനെയാണോ? ഞാൻ പിന്നെ കുറച്ചു നേരം ഇരുന്നാ ചിലപ്പോ അത് വായിച്ചേക്കും. നേരം ഇരിക്കേണ്ടി വരും. ഓക്കെ, എന്തായാലും ഞാൻ അതിന് താഴെ ഒരു കമന്റ് ഇട്ടുണ്ട്. എന്റെ മോനെ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കാൻ പോണത്. പോരെ, നല്ല കമന്റ് അല്ലടാ. ഓ പിന്നെ സൂപ്പർ. എന്താ സ്റ്റുഡിയോ ഗ്രീൻ എന്തെങ്കിലും ഇട്ടുണ്ടോ? സ്റ്റുഡിയോ ഗ്രീൻ എന്തായാലും ക്യാപ്ഷൻ എന്തായാലും ഉണ്ടാൻ എന്താണ് സാധ്യത നോക്കണല്ലോ. കിട്ടിയോ? വേർ ദ പാസ്റ്റ് ആൻഡ് പ്രസന്റ് കൊളൈഡ് എ ന്യൂ ഫ്യൂച്ചർ ബിഗിൻസ്. രണ്ടുപേരും കണ്ടുമുട്ടുന്നുണ്ടോടാ അളിയാ? രണ്ടുപേരും കണ്ടുമുട്ടില്ല. വേണ്ട, കുറച്ചും കൂടി ഇട്ടോ. എന്താണെങ്കിലും സംഭവം തകർത്തിട്ടുണ്ട്. ഹാപ്പി തമിഴ് ന്യൂ ഇയർ. വെറുതെ അല്ല, അവിടെ തമിഴ്നാട്ടിലെ നമ്മുടെ കേരള പിറവി എന്നൊക്കെ പറയാ. തമിഴ് പിറവിയാണ്. വെറുതെ അല്ല കേട്ടോ. പിറവിക്ക് കൊല്ലാൻ നിൽക്കുന്ന പോലെ നിൽക്കുകയും ചെയ്യും. അതല്ലേ, ഇതൊക്കെ അറിയാതെയാണോ നിങ്ങള് സിനിമയുടെ കാര്യം ചെയ്യാൻ പോണത് ചിലപ്പോ ചോദിക്കും. തീർച്ചയായിട്ടും നമുക്കിപ്പോ എന്തൊക്കെ അറിയാം, എല്ലാം പാടെ അറിയുന്ന കാര്യം എല്ലാവർക്കും അറിയാം. എല്ലാം അറിഞ്ഞിരിക്കണം. എല്ലാം ഒന്നും അറിയില്ല. ചില കാര്യങ്ങളൊക്കെ ഈ ലോകത്ത് ചില കാര്യങ്ങളൊക്കെ അറിയാത്തുണ്ടാവുള്ളൂ. ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാവും. ഇവിടെ പകുതിയൊക്കെ കാര്യങ്ങളും അറിയുന്നില്ല. നമ്മള് വരുന്നു ചെയ്യുന്നു പോകും. ഓക്കെ, എന്താണെങ്കിലും നമ്മളെ അറിവൊക്കെ നമ്മള് തെളിയിക്കാൻ വെച്ചിരിക്കുന്നല്ലേ. അതൊക്കെ അതല്ലെന്നല്ല, എന്നാലും ജനറൽ നോളജ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അതില്ല എന്നുള്ളത് നമുക്ക് എല്ലാവരും ഒരിക്കലും ഉണ്ടെന്ന് കാണിക്കാൻ പാടില്ല. അതാണ് സത്യം. അതാണ് അതിന്റെ പ്രത്യേകത. ആ ഒരു ഇരിക്കണ ഒരു ആറ്റിറ്റ്യൂഡ് കിട്ടിയിരിക്കണല്ലോ, ആ ആറ്റിറ്റ്യൂഡ് ഇട്ട് ഇങ്ങനെ ഇരിക്കുക, ഒന്നും അറിയിക്കാൻ പാടില്ല. നാട്ടുകാർ പുച്ഛിച്ച് തള്ളിയ ഒരാളായിരുന്നു. കാണിച്ചു കൊടുത്തില്ലേ PSC എഴുതിയിട്ട്? കണ്ടടാ എന്തേല്ലേ? എന്താണെങ്കിലും കാട്ടിലേക്ക് അടുത്ത സംഭവം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തമിഴ്നാട് മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക വിശ്വസ് അറിയിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. എന്താണെങ്കിലും അടുത്ത അപ്ഡേറ്റ് അടുത്ത സിംഗിളുമായിട്ട് വരാം. അയ്യോ, ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ വരുന്നുണ്ട്, വിസിൽ പോഡ്. കാത്തിരിപ്പോ വിസിൽ പോടാൻ കാത്തിരിപ്പോ. അപ്പൊ എന്തായാലും പോവാണ്. ബൈ.